വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു ഡേ ഇൻ മൈ ലൈഫ്. ഒട്ടും പതിവ് തെറ്റിക്കാണ്ട് ഞാനെന്നും ലേറ്റായിട്ട് എണീറ്റിട്ടുണ്ട്. എന്തോരൊക്കെ ലേറ്റായിട്ട് എണീറ്റാന്ന് പറഞ്ഞാലും അങ്ങോട്ട് ചടപടേന്ന് കാര്യങ്ങൾ ചെയ്ത് ഓഫീസിലേക്ക് ഇറങ്ങാൻ എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. എനിക്ക് പതുക്കെ കാര്യങ്ങൾ ചെയ്ത് ഇറങ്ങാനേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ടൈപ്പ് മടിച്ചാണ് ഞാൻ. പതുക്കെ പുറത്തൊക്കെ വന്ന് നിന്ന് വായി നോക്കി ഒരു ചായയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ നിന്ന് അങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് അങ്ങോട്ട് പോവാം. അതാണ് എൻ്റെ ഒരു എന്താ പറയുക ഒരു രീതി. ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് തുടങ്ങാമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം വന്ന തോട്ട് എന്താണെന്നറിയോ, നിൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ആര് കാണാനാ, ഇതിലെന്ത് തേങ്ങ ഉണ്ടായിട്ടാന്നാ. പക്ഷേ ആക്ച്വലി ഇത് എനിക്ക് തന്നെയുള്ളൊരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. കാരണം അൽക്കുലത്തായി അഴക്കുഴഞ്ഞ് കിടക്കുന്ന എൻ്റെ ജീവിതത്തിനെ ഒന്ന് ട്രാക്കിലോട്ട് മാറ്റാൻ ഞാൻ ശ്രമിക്കാൻ പോവുകയാണ്. സോ അതിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ട് ഞാനിങ്ങനെ വ്ളോഗ് എടുത്ത് തുടങ്ങിയ ഒന്നാമത്തെ ഉപകാരം, എനിക്ക് എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഒരു വീഡിയോ, അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എനിക്ക് എൻ്റെ കയ്യിലുണ്ടാവും. പിന്നത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അതങ്ങ് എടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ രാവിലെ തന്നെ ഒരു ഉന്മേഷത്തിന് വേണ്ടി തലയും മേലും അങ്ങോട്ട് കുളിച്ചിറങ്ങി. നോർമലി ഞാൻ മേല് മാത്രമേ കുളിക്കാറുള്ളൂ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ തല കുളിക്കാറുള്ളൂ കേട്ടോ രാവിലെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നോർമൽ പരിപാടികൾ, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ, അതില്ലാണ്ട് ഇപ്പം ഞാൻ കുറേ കാലമായിട്ട് പുറത്ത് പോകാറില്ല കേട്ടോ. പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇല്ലാണ്ട് പുറത്ത് പോയാൽ ഭയങ്കര വിഷമമാണ്. അപ്പം അത് ഒക്കെ നമ്മളിട്ടു. പിന്നെ എന്താ പറയുക, നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ ഇച്ചിരി മെനക്കും കോലത്തിനൊക്കെ പോകണമല്ലോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്യുകയാണ്. ഞാൻ മുമ്പ് ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട്. ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ തുടങ്ങിയ കാലം എനിക്കിപ്പോൾ ഓർമ്മയില്ല, കുറേ കാലമായി. പക്ഷേ ലിപ്പ് ലൈനർ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഈ അടുത്ത് തുടങ്ങിയാണ് ലിപ്പ് ലൈനർ യൂസ് ചെയ്ത് തുടങ്ങിയത്. ലിപ്പിന് നല്ല വ്യത്യാസമുണ്ട്, ഒരു പ്രത്യേക ഡെഫിനേഷൻ വരും ലിപ്പ് ലൈനർ യൂസ് ചെയ്താൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കിത് ഫ്രീ കിട്ടിയൊരു സ്പ്രേ ആണ്, അത് ഞാൻ അച്ചാലം അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കൈകൊണ്ട് തന്നെ നമ്മുടെ മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒതുക്കിയിട്ടിട്ട് നമ്മൾ റെഡിയായി ഇനി ഇറങ്ങാൻ പോവാണ്. അതായത് ഇതുണ്ടല്ലോ, ഇതിൻ്റെ പേരാണ് വെന്തിങ്ങ. ഇതിൻ്റെ അപ്പനും അമ്മയും ഒരു ധ്യാനത്തിന് പോയപ്പോൾ എനിക്ക് കൊണ്ടുവന്നതാണ്. അവരുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഞാനിത് ഇട്ട് തുടങ്ങിയത്. പക്ഷേ ഇതിടാണ്ട് ഇപ്പം എനിക്ക് പുറത്ത് പോകുമ്പോൾ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയായി. അങ്ങനെ ഇതെൻ്റെ ഭാഗമായി മാറി. അപ്പം നമ്മൾ റെഡിയായി ഇറങ്ങുകയാണ്. താഴെ ഊബർ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഊബർ ബൈക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ട്രാഫിക്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് പോകാൻ പറ്റിയ ഊബർ ബൈക്കിലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അകരെത്തിയപ്പോൾ എൻ്റെ മോനെ ഒടുക്കത്ത ബ്ലോക്കായിരുന്നു. 2 മണിക്കൂർ എടുത്തിട്ടാണ് 10 കിലോമീറ്റർ ഞാൻ എത്തിയത്. അങ്ങനെ ഞാൻ എത്തിയ വഴിക്ക് ഒന്ന് ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഇഷ്ടമായില്ല, എന്തോ ഒരു പാവ്. ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് ഉച്ചത്തെ ലഞ്ച് നോൺ വെജ് ആയിരുന്നു. സോ ഇന്നത്തെ ലഞ്ച് അടിപൊളിയായിരുന്നു കണ്ടോ, ചിക്കനൊക്കെ അടിപൊളിയല്ലേ. പിന്നെ അതിനുശേഷം വർക്കൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിയായപ്പോൾ ഒന്ന് ഫൺ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ട്രഷർ ഹണ്ട് ആയിരുന്നു. ആ ഇരിക്കുന്ന ചിറ്റിൽ ഏറ്റവും മേലത്തെ ചിറ്റ് എൻ്റെ ടീമിൻ്റെയാണ്. ഇന്നത്തെ ടീമിൻ്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നു. ഏറ്റവും വൃത്തികെട്ട ടീം എൻ്റെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ഒരു ചെറിയ അലമ്പൊക്കെ ആയി. ആർക്ക് ഫസ്റ്റ് കൊടുക്കണം സെക്കൻഡ് കൊടുക്കണം എന്നുള്ളൊരു സെറ്റപ്പിൽ ഒരു ഫൺ വഴക്കായിരുന്നു കേട്ടോ. ലാസ്റ്റ് മാനേജർ വന്ന് പറഞ്ഞു ആർക്കും പോയിന്റ് ഇല്ല, എല്ലാവർക്കും 0 ആണെന്ന്. അപ്പോൾ ഇന്നും നാളെയായിട്ട് ആണ്, നാളെ മറ്റന്നാളും ഉണ്ടായിരിക്കും ഫൺ ആക്ടിവിറ്റീസ്. അപ്പോൾ നാളെയും മത്സരങ്ങളുണ്ട്, അതിലെടുത്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ കഫറ്റീരിയയിൽ വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു പുതിയ റോസ്റ്റിയുടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പുതിയൊരു ചായ പരീക്ഷിക്കാൻ ലെമൺ ആണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ലൈവായിട്ടുള്ള എൻ്റെ റിസൾട്ട് കാണിക്കാൻ ഞാൻ കുടിച്ചതിൻ്റെ. How is it? Oh, this reaction. Okay, no sugar. Honest review. No sugar, that's why. Otherwise it's good. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി. ഇന്നത്തെ ടാർഗറ്റായ 10,000 സ്റ്റെപ്പ് കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം എനിക്ക് കുക്ക് ചെയ്യാനൊന്നും വയ്യായിരുന്നു. അതുകൊണ്ട് റെഡി ടു കുക്ക് ചപ്പാത്തിയും തൈരും കൂടെ ഞാൻ ഡിന്നർ കഴിച്ചു. ആക്ച്വലി 10,000 സ്റ്റെപ്പ് കൊണ്ട് അത്ര വലിയ കൗണ്ടൊന്നുമല്ല. പക്ഷേ നോർമലി ഒരു 1500-2000 മാക്സിമം ഞാൻ സ്റ്റെപ്പ് കൗണ്ട് എടുക്കാറുള്ളൂ. അപ്പോൾ ഇതെനിക്ക് കുറച്ച് പുതിയതാണല്ലോ, അതിൻ്റെ മേൽവേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതിനുശേഷം ഞാൻ ജേർണൽ എഴുതാൻ ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള പരിപാടിയാണിത്. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകി ഞാൻ എനിക്ക് എടുക്കാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ബൈ.